എള്ള് പോലെ ആണ്, പക്ഷെ എള്ളല്ല. നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഉണ്ടാക്കുന്നത്. ഒരാൾ കഴിക്കുന്ന ആൾ എനിക്ക് പറഞ്ഞു തന്ന, ഡോക്ടർ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നാണിത്. ഞാൻ കുറേ നാൾ മുമ്പ് ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് ഉണ്ടാക്കുകയാണ്. ഇപ്പം ഞാൻ പൊടിക്കുകയാണ്, ആ ഒരു മരുന്ന് പൊടിച്ച് വയ്ക്കുകയാണ്. അപ്പം ഞാൻ വെച്ചോന്ന് വീഡിയോ ആക്കി ഇട്ടാൽ എൻ്റെ പുതിയ വ്യൂവേഴ്സിന് കാണാനായിട്ട് പറ്റുമല്ലോ എന്ന് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാൻ സ്ഥിരം നമ്മുടെ വീട്ടിലുണ്ടാക്കി വെക്കുന്നതാണ്, സ്ഥിരം അങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ നല്ലതാണ്. അത് ഷുഗർ മാത്രമല്ല, അത് കഴിച്ച ആൾക്കാർ പറയണത്, ടീച്ചറെ അത് ഷുഗർ മാത്രമല്ല എൻ്റെ കുറഞ്ഞത്, പ്രഷറിന് പോലും ഇത്തിരി ശമനം കിട്ടിയെന്നൊക്കെ പറഞ്ഞത്. അപ്പം എനിക്ക് കുറച്ച് സന്തോഷമായിട്ടാണ്. കാരണം അവരുടെ അനുഭവങ്ങൾ പറയുമ്പോഴേ നമുക്ക് സന്തോഷം ഉണ്ടാവുക. അപ്പം നമുക്കത് ചെയ്യാം കേട്ടോ. കറുത്ത ജീരകമാണ്, അപ്പോൾ കരിഞ്ജീരകം എന്ന് പറയും ഇതിന്. ഇത് ജീരകം, യഥാർത്ഥ ജീരകം. കറി വയ്ക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന നല്ല ജീരകം എന്ന് പറയും. പിന്നെ വലിയ ജീരകം ഉണ്ട്, അതിൻ്റെ പറയാം പെരുംജീരകം എന്നാണ്. അതല്ല നമുക്ക് ആവശ്യമില്ല, അത് മസാലയിലൊക്കെ ഇടുന്നതാണ്. അപ്പോൾ നല്ല ജീരകം, കരിഞ്ജീരകം, പിന്നെ ഉലുവ, അയമോദകം, ഇതൊക്കെ 100 ഗ്രാമാണ് കേട്ടോ. 4 സാധനമാണ്. എന്തൊക്കെയാണ്? ഉലുവ, ജീരകം, കരിഞ്ജീരകം, പിന്നെ അയമോദകം. ഈ 4 സാധനമാണ് ഇതിൽ വേണ്ടത്. എല്ലാതും കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ്. വൈകുന്നേരമായി, നല്ലോണം വെയിലുണ്ടായിരുന്നു, എല്ലാം ഉണങ്ങി, ബെസ്റ്റായിട്ട് ഉണങ്ങി. കണ്ടോ, അത്ര ശക്തിയുള്ള ചൂടല്ലേ, ഉണങ്ങി. നമുക്കിതെല്ലാം അതുകൊണ്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതാണ് എൻ്റെ അടുത്ത പരിപാടി. പക്ഷെ പൊടിക്കണേക്കാൾ മുമ്പ് ഒന്ന് ചൂടാക്കാം ചീനച്ചട്ടിയിലിട്ടിട്ട്. ഇത് ഓരോന്നും 100 ഗ്രാം വീതമാണ് കേട്ടോ വാങ്ങിക്കണത് ഞാൻ. 100 ഗ്രാം, അപ്പോൾ 400 ഗ്രാം ഉണ്ടാവും എല്ലാം കൂടിയിട്ട്. ഈ അയമോദകം ഉണ്ടല്ലോ, നല്ല രസം തിന്നാനായിട്ട്. ഞാൻ ഒരു ഇത്തിരി നുള്ളു വായിലിട്ട് നോക്കിയിരുന്നു, നല്ല എരിവൊക്കെ ഉണ്ട് ഇതിന്. അതായത് നമുക്ക് വയറുവേദനയൊക്കെ വരുമ്പോൾ ഈ അയമോദകവും ജീരകം കൂടി കഷായമൊക്കെ വെച്ച് കഴിക്കാറുണ്ട് നമ്മൾ, അല്ലേ? പിന്നെ ജീരകം വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ നല്ലതാണ്, ഗ്യാസൊക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ നല്ലതാണ് ജീരകം, അറിയാം. അയമോദകം അങ്ങനെ തന്നെയാണ് കേട്ടോ, നല്ലതാണ്. ഗ്യാസിനുമൊക്കെ നല്ലതാണ്, വയറുവേദനയ്ക്കൊക്കെ നല്ലതാണ്. കരിഞ്ജീരകം എന്ന് പറഞ്ഞാലും അതിനും വളരെ ഔഷധ ഗുണമുണ്ട്. പണ്ട് കാലത്ത്, കുട്ടിക്കാലത്ത് നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എണ്ണ മുറുക്കാനൊക്കെ കരിഞ്ജീരകം ഉപയോഗിക്കാറുണ്ട്. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് മക്കൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇത് ഉലുവയാണ്. ഉലുവ ഷുഗറിന് ഏറ്റവും ബെസ്റ്റാണ്. ഉലുവ മാത്രം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് കഴിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഇത് എല്ലാ ഗുണങ്ങളും ഉള്ള 3-4 ഔഷധങ്ങളാണല്ലോ ഇതൊക്കെ. 4 തരം ഔഷധങ്ങളുടെയും ഗുണം നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ഒരുമിച്ച് ചൂടാക്കുകയാണ് നമ്മൾ കേട്ടോ. വേറെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നിച്ചിട്ടാൽ മതി. ഇത് വറവാവൊന്നും വേണ്ട, പൊട്ടുമൊന്നും അങ്ങനെയൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിക്കുമ്പോൾ ഒട്ടും വീർപ്പം ഉണ്ടാവാൻ പാടില്ല. ഒന്ന് ചൂടാക്കിയാൽ ഒരു ക്രിസ്പിനെസ്സൊക്കെ കിട്ടും. ഇപ്പം ഇത് ഉലുവ, ജീരകം, കരിഞ്ജീരകമൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് മറ്റേതിടാം കേട്ടോ. ഇതായിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഒരുവിധം വലിയ ചൂടൊന്നും ആവണ്ട കേട്ടോ. ഒരുവിധം ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഈ കുഞ്ഞു മണിയാണല്ലോ ഈ അയമോദകം, അതിങ്ങനെ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവസാനം ഇട്ടാൽ മതി എന്ന് ഞാൻ വിചാരിച്ചത്. ഇതൊക്കെ ഒന്ന് വറവായി അല്ലെങ്കിൽ ചൂടായ വാസന വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി അയമോദകം ഇടാം. അയമോദകം ഇട്ടിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. കുറച്ച് നേരം ചീനച്ചട്ടിയിൽ ഇരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും ഒരുപോലെ ചൂടായി കിട്ടും. എന്നിട്ട് ചൂടാറാൻ വെക്കണം കേട്ടോ. വറവാവും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇപ്പോൾ നമുക്കിത് വാങ്ങാറായിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ബെസ്റ്റായിട്ടായിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചാൽ മാത്രം പോരാ, ചൂടാറണം പൊടിക്കണമെങ്കിൽ. അപ്പോൾ ഈ വലിയ പ്ലേറ്റിലിട്ടിട്ട് ഒന്ന് പരത്തി വയ്ക്കാം. ചൂടാറിയതിന് ശേഷമാണ് പൊടിക്കാൻ പാടുള്ളൂ. പരത്തി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചൂടാറും. അപ്പോൾ നമുക്ക് പൊടിക്കാം. നന്നായിട്ട് പരത്തി ഈ പ്ലേറ്റിൽ ഇവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പൊടിക്കാം കേട്ടോ. ചൂടാറട്ടെ.
ഇപ്പോൾ നോക്കൂ, ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. നന്നായിട്ട് ചെറിയതായിട്ട് ക്രിസ്പി പോലെയുണ്ട്. ഇങ്ങനെ ഇളക്കുമ്പോൾ പ്രത്യേക സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ടായിട്ടുണ്ട്. നമുക്കിനി പൊടിക്കാം. അതിനായിട്ട് നമ്മൾ ഈ ജാറിൽ, പൊടിക്കണ ജാറാണ്, ഗ്രൈൻഡിങ് ജാറിൽ നമ്മളിത് ഇടുകയാണ്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം കേട്ടോ. അധികം ആവണ്ട, പൊടിഞ്ഞില്ലെങ്കിലോ. അടപ്പുകൊണ്ട് അടച്ച് പൊടിക്കാം. ഒന്ന് ഓഫാക്കി നോക്കാം കേട്ടോ. അതിന് ചിലപ്പോൾ ഈ ചെറിയ തരികളൊക്കെ മുഴുവനുള്ളത് മുകളിലേക്ക് തെറിച്ചിട്ടുണ്ടാവും. തട്ടിയിടാം അതിനുള്ളിലേക്ക്. അതായത് ഇതിൻ്റെ അടപ്പിൻ്റെ മുകളിൽ പിടിച്ചിരിക്കുന്നതൊക്കെ ഉള്ളിലേക്ക് തട്ടിയിട്ടിട്ട് ഒന്നും കൂടിയും അടിക്കാം. ഓൺ ചെയ്തു. ഇത് ഞാനിങ്ങനെ കഴിഞ്ഞതിന് ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് ഓരോ ടീസ്പൂണ് എടുത്ത് ചൂടുള്ള വെള്ളത്തിൽ 1 കപ്പ് വെള്ളം എടുക്കുക. അതിൽ 1 സ്പൂണിട്ട് കലക്കുക. എന്നിട്ട് അത് കുടിക്കുക, വെറും വയറ്റിൽ കുടിക്കുക. അതിൽ നടക്കാൻ പോവുകയോ എക്സർസൈസ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും അതൊക്കെ ശരിയായിട്ടുണ്ടാവും. കണ്ടോ, ബെസ്റ്റായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് പരത്തി വയ്ക്കാം കേട്ടോ. ഇനി ഇത് മുഴുവനും ഇതുപോലെ പൊടിച്ചെടുക്കാം. ബെസ്റ്റായിട്ട് ശീലപ്പൊടിയാവുമൊന്നും വേണ്ട കേട്ടോ. ചെറിയ തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിലിടുമ്പോൾ അത് കുതിർന്നിട്ട് നമ്മുടെ വയറ്റിലേക്ക് ചെന്നോളും. ഒട്ടും കളയണ്ട, എല്ലാം വയറ്റിലേക്ക് ചെല്ലണം. ഇത് 2ാം വട്ടവും പൊടിക്കുക. ഇപ്പോൾ മുഴുവനും പൊടിച്ച് കഴിഞ്ഞു. ഇത്ര പൊടിയുണ്ട് കേട്ടോ. ഇതേ കുറേ ദിവസത്തേക്കിനോ, ഒരു ടീസ്പൂണല്ലേ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളൂ. ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഇത് കഴിക്കാമെന്ന്. സ്പൂൺ എടുക്കാതെ തന്നെ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ ചൂടുള്ള വെള്ളം എടുക്കുക, നിറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ക്വാണ്ടിറ്റി, അത് ഇത്ര സ്പൂണ്, കഷ്ടി ഒരു സ്പൂണ് കേട്ടോ, എത്ര എടുക്കുക, ഈ വെള്ളത്തിലിടുക, ഇളക്കുക, കുടിക്കുക. അത്രേ ഉള്ളൂ. പിന്നെ കുറേ കഴിയുമ്പോൾ അത് അന്നത്തെ ദിവസം ഒരു പ്രാവശ്യം മാത്രം കഴിച്ചാൽ മതി കേട്ടോ. ചൂടാറിയിട്ട് നമുക്ക് പകർത്തി വയ്ക്കാം കേട്ടോ. പൊടിയുടെ ചൂടാറിയിട്ട് പകർത്താം. ചൂടാറി നമുക്ക് ഈ ചെപ്പിലേക്ക് പകർത്തി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 1 മാസത്തേക്കുള്ള 1-1.5 മാസത്തേക്കുള്ള പൊടിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഷുഗറിൻ്റെ പിന്നെ ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളത് കുടിച്ച് നോക്കിയിട്ട് 10 ദിവസം കഴിയുമ്പോൾ ഷുഗറിൻ്റെ ഒന്ന് പരിശോധിച്ച് നോക്കുക, കുറവുണ്ടോ ഇല്ലയെന്ന്. കൂടുതലായിട്ട് ഷുഗർ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ രക്തം പരിശോധിച്ച് ഷുഗറിന് എത്രയുണ്ട് എന്നൊക്കെ നോക്കണം കേട്ടോ. വളരെ നല്ലതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങൾ കഴിക്കണത് തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കേ.